ഹലോ മക്കളെ, ഇംഗ്ലീഷ് പരീക്ഷയിൽ ഇതുപോലത്തെ ഒരു ചോദ്യം 3 മാർക്കിന് പരീക്ഷയിൽ വരാറുണ്ട്. ഇത് വരുമ്പോൾ പല കുട്ടികൾക്കും ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതണമെന്ന് ഒരു പിടി ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെ എഴുതി ആ 3 മാർക്ക് എളുപ്പത്തിൽ വാങ്ങിച്ചെടുക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ചോദ്യം ഇങ്ങനെ ആയിരിക്കും, ഒരു പിക്ചർ തരും, എന്തെങ്കിലും പിക്ചർ ആയിരിക്കും, എന്നിട്ട് പറയും ഡിസ്ക്രൈബ് ദ പിക്ചർ ഗിവൺ ബിലോ യൂസിങ് സ്യൂട്ടബിൾ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ ഈ ഒരു പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യണം, തോന്നിയ പോലെയല്ല, ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യണം എന്ന് പറയും. എന്താ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റിയാണ്. എന്താ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളായിട്ട് കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, നേച്ചർ, നമ്മുടെ നേച്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമുക്ക് പല അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കാം. അതിന് എക്സാമ്പിൾസ് എന്താണ്? ബ്യൂട്ടിഫുൾ ആണ് നേച്ചർ, ഗ്രീൻ ആണ്, ഫ്രഷ് ആണ്, പീസ്ഫുൾ ആണ്, പ്ലസന്റ് ആണ് എന്നൊക്കെ പറയാം. ഇതൊക്കെയാണ് നേച്ചറിന് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ്. നേച്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് അഡ്ജക്റ്റീവ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ മൗണ്ടൻ എന്താ പറയുക? മൗണ്ടൻ ടോൾ ആണ്, റോക്കി ആണ്, ഹ്യൂജ് ആണ്, സ്റ്റീപ്പ് ആണ് എന്നൊക്കെ പറയാം. സ്നോ കവേർഡ് ആണെന്ന് പറയാം. അപ്പോൾ ഇതൊന്നും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച്, ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തലയിൽ എന്തൊക്കെയോ വരില്ലേ. ഒന്ന് വായിച്ചു നോക്കി. വെറുതെ വെതർ സണ്ണിയാണ്, റെയിനിയാണ്, വിൻഡിയാണ്, കൂളിയാണ്, മിസ്റ്റിയാണ്, എന്ത് വേണം നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വെറുതെ ഒന്ന് വീഡിയോ പോസ് ചെയ്യുന്നൊരു വായിച്ചു നോക്കാം. ബൈ ഹാർട്ട് പഠിക്കാനല്ല, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് സംഭവം മനസ്സിലാക്കാൻ. ഇതാണ് നമുക്കിനി ഉപയോഗിക്കേണ്ടി വരിക. അപ്പം ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? ഇസ് എ വേർഡ് ദാറ്റ് ടെൽസ് us മോർ അബൌട്ട് എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ്. ഒരു സാധനത്തിനെ പറ്റിയിട്ടോ ഒരു മനുഷ്യനെ പറ്റിയിട്ടോ കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിരുന്ന എന്ത് വാക്കും ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആൻസർ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ പല കാര്യങ്ങൾ നമുക്ക് പറയാം. ഇവിടെ മരമുണ്ട്, മരത്തിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പറയാം. മരത്തിൻ്റെ എന്താണ്? ലീഫി മരമാണ്, ഗ്രീൻ മരമാണ്, എന്താണ് ടോൾ മരമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. വെള്ളമുണ്ട്, ക്ലിയർ വെള്ളമാണ്, അല്ലെ എന്താ ഡീപ്പ് വാട്ടറാണ്, ഷാലോ വാട്ടറാണ്, ഡേർട്ടി വാട്ടറാണ്, അങ്ങനെ കുറേ വെള്ളത്തിനെ പറ്റി പറയാം. പിന്നെ എന്താണ്? ഒരു മല പോലെ റോക്ക് എന്തുണ്ട്? ടോൾ റോക്കാണ്, ഭയങ്കര എന്താണ് സ്ട്രോങ് റോക്കാണ്. അങ്ങനെ കുറേ, ഇപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തില്ലേ, അതെല്ലാം കൂടെ വെച്ച് ചേർത്ത് പറയാം. ആകാശമുണ്ട്, ആകാശം ക്ലിയർ ആകാശമാണ്, എന്താണ് ബ്ലൂ ആകാശമാണ്, ക്ലൗഡി ആകാശമാണ്, റെയിനി അറ്റ്മോസ്ഫിയർ ആണ്, എന്ത് വേണം അടിച്ചു വിടാം. മനസ്സിലായി? അപ്പോൾ എപ്പോഴും ഒരു നേച്ചറിനെ പിക്ചറൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് നേച്ചറിൽ കുറേ സാധനം ഉണ്ടാവും, ആനിമൽസും ബേർഡ്സ് ഉണ്ടാവും, ഒക്കെ ഈ ഒരു അഡ്ജക്റ്റീവ്സും കൂടെ പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പിൾ ആൻസർ നോക്കാം. ഇതേപോലെ ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല പരീക്ഷയിൽ ഇതുപോലത്തെ ചോദ്യം വന്നാൽ, പക്ഷേ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തുടങ്ങാം? ദ പിക്ചർ ഷോസ് എ ബ്യൂട്ടിഫുൾ നാച്ചുറൽ സീൻ. മൊത്തത്തിൽ എന്താണ് കാണുമ്പോൾ മനസ്സിലായി? നേച്ചർ നാച്ചുറൽ സീനാണ്, ലാൻഡ്സ്കേപ്പ് ആണ് എന്ന് വേണം പറയാം. എന്നിട്ട് പറയാം ടോൾ റോക്കി മൗണ്ടൻ സ്റ്റാൻഡ്സ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. എന്നിട്ട് മൗണ്ടൻ പോലെ എന്താണ്? അപ്പോൾ ടോൾ റോക്കി. അപ്പോൾ ടോൾ മൗണ്ടൻ നമ്മൾ മാത്രമേ പറഞ്ഞു തരാം. അതിന് കൂടുതൽ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ് അല്ലേ. ടോൾ, റോക്കി, മൗണ്ടൻ. റോക്കി, ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് രണ്ടെണ്ണം കിട്ടി. സ്റ്റാൻഡ്സ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ എന്താണ്? റിവർ ഉണ്ട് അല്ലേ. എ കാം ക്ലിയർ റിവർ. അത് നിങ്ങൾ ഇതിനെ ഉപയോഗിക്കണമെന്നില്ല, കാമൊന്നും ഉപയോഗിക്കണമെന്നില്ല. വേറെ കുറേ ഇവിടെ കൊടുത്തില്ലേ, റിവറിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ടാ. കാം കൊടുക്കാം, ക്ലിയർ കൊടുക്കാം, ഡീപ്പ് കൊടുക്കാം, ബ്ലൂ കൊടുക്കാം, ഫ്ലോയിങ് കൊടുക്കാം, എന്ത് വേണം കൊടുക്കാം, ഷാലോ കൊടുക്കാം, ഡേർട്ടി കൊടുക്കാം, എന്തും കൊടുക്കാം. ആ സാധനം വരണം, ക്വാളിറ്റീസ് വരണം എന്നുള്ളൂ. അത് നല്ലതോ മോശമോ എന്തോ ആവാം. കാം വെറുതെ ഇങ്ങനെ റിവർ ഇസ് ഇൻ ദ ഫ്ലോയിങ് കാര്യമില്ല, കാരണം അവിടെ എന്തല്ല ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ഇല്ല. കാം, ക്ലിയർ റിവർ, അല്ലെ ഫ്ലോയിങ് റിവർ, അല്ലെങ്കിൽ ഡീപ്പ് റിവർ, ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ്. അത് വന്നില്ലേ മാർക്ക് കിട്ടില്ല. മെനി ഗ്രീൻ ട്രീസ് ഗ്രോ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് റിവർ അല്ലേ. ഗ്രീൻ ട്രീസ്, ഗ്രീൻ വന്നു. മെനി ട്രീസ് എന്ന് പറഞ്ഞ കാര്യമില്ല, അവിടെ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ഇല്ല. ഗ്രീൻ വന്നു, ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ടോൾ വരാം, ഷോർട്ട് വരാം, എന്ത് വരാം. സം കളർഫുൾ ബേർഡ്സ്, കളർഫുൾ ആൻസർ ആയില്ലേ. കളർഫുൾ ആവാം, നോയ്സി ബേർഡ്സ് ആവാം അല്ലേ. എന്തുവാ ബേർഡ്സിന്റെ വേറെ കുറേ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ആനിമൽ ബേർഡ്, സ്മോൾ, ലാർജ്, ബ്യൂട്ടിഫുൾ, കളർഫുൾ, വൈൽഡ്, എല്ലാം കൊടുക്കാം. കുറേ ഒന്നും വേണ്ടി മൊത്തത്തിൽ ഓവറാക്കണ്ട, അത്രേ ഉള്ളൂ. ദ ലാർജ് ഷെയ്ഡി ട്രീസ്, ഷെയ്ഡ് തരുന്ന ട്രീസ് മേക്ക് ദ പ്ലേസ് ഗ്ലോ. ദ ഹോൾ സീൻ ലുക്സ് പീസ്ഫുൾ. മൊത്തത്തിലും കൂടെ ഒന്ന് പറയാം. പീസ്ഫുൾ, ഫ്രഷ്, അട്രാക്റ്റീവ്. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ പ്ലേസ് ടു എൻജോയ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇവിടെ പോയിന്റ് എന്ന് വെച്ചാൽ ഈ ബോൾഡിൽ കൊടുത്ത വാക്കുകളിലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. അല്ലാണ്ട് നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങളുടെ ഭാഷയുടെ സ്റ്റൈലോ ഒന്നുമല്ല. ഈ ബോൾഡിൽ കൊടുത്ത ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ചാലാണ് മാർക്ക് കിട്ടുക. അല്ലാണ്ട് മൊത്തം പാരഗ്രാഫ് എത്രത്തോളം ഭംഗിയുണ്ടോ അല്ല എത്രത്തോളം അടിപൊളിയാണെന്ന് അല്ല ടീച്ചർ നോക്കാൻ പോകുന്നത്. ഈ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് വരണം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വേണമെന്ന് എഴുതി നോക്കി. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് എഴുതി നോക്കിയാൽ ഐഡിയ കിട്ടും. ആ ഐഡിയ വെച്ച് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. മിക്ക കുട്ടികൾക്ക് ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്, എന്താ ഈ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്ന് അറിയാത്തതുകൊണ്ടാണ് ഇത് എഴുതി വെക്കാൻ പറ്റാത്തത്. വെറുതെ എന്താണ് റിവർ ഈസ് ഫ്ലോയിങ്, മൗണ്ടൻ ഈസ് സ്റ്റാൻഡിങ്, ട്രീസ് ആർ ദെയർ, ബേർഡ്സ് ആർ ദെയർ. 1 മാർക്ക് പോലും കിട്ടില്ല. 3 മാർക്കിൽ 1 മാർക്ക് പോലും കിട്ടില്ല. കാരണം ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് ഇല്ല. അത് വന്നാൽ എന്ത് മണ്ടത്തരം എഴുതിയാലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ?
അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പരീക്ഷയിൽ വരുമ്പോൾ 3 മാർക്ക് എളുപ്പത്തിൽ കിട്ടും. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ മക്കളെ? സെറ്റ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക. ബാക്കിയുള്ള എല്ലാ വീഡിയോസും കാണുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയതും അല്ലാതും ഒക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. ഫോളോ ചെയ്യുക, ഫ്രണ്ട്സിനും പറഞ്ഞു കൊടുക്കുക. എല്ലാവരും പരീക്ഷ തകർത്ത് എഴുതി തിരിച്ചു വരിക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.